വർഷങ്ങളായി നാട്ടിൽ പോകാൻ കഴിയാതെ അനധികൃത താമസക്കാരായി ഇവിടെ കഴിയുന്നവർക്ക് പുതിയ വാതിൽ തുറക്കുകയാണ് UAE. എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാലും മതി, ഞാൻ നോക്കിക്കോളൂ. മെയിൻ ഇഷ്യൂ നമ്മുടെ ഈ വിസയും ഒരു അക്കോമഡേഷനുമാണ് വീട്ടിലുള്ളത്. വിസ ചെക്ക് കേസ് ഭയങ്കര ഇതാണ്, അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റത്തില്ല. ആഴ്ചകൾക്ക് മുൻപ് കണ്ണീരിന്റെ ഉപ്പുരസത്തിൽ രമ്യാമോളി പറഞ്ഞ വാക്കുകൾ. 3 വർഷത്തോളമായി വിസ പുതുക്കാതെ അനധികൃത താമസക്കാരിയായി അലഞ്ഞുതിരിഞ്ഞ യുവതി. അസുഖവും കേസുമായി നേരെയൊന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത രമ്യയ്ക്കും ഇനി നിയമ നടപടികൾ പൂർത്തിയാക്കി UAE-യിൽ സന്തോഷത്തോടെ ജീവിക്കാം. പൊതുമാപ്പിന് സമാനമായ ഇളവുകൾ UAE പ്രഖ്യാപിച്ചത് രമ്യയെപ്പോലുള്ള നിരവധി പേർക്ക് പുതുജീവൻ നൽകും. UAE ഗവൺമെൻറ് എക്കാലത്ത് നമുക്കറിയാം, നമ്മുടെ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ലോകരാജ്യങ്ങളിലെ എല്ലാ ആളുകളും എപ്പോഴും വന്നു പോകുന്ന ഈ രാഷ്ട്രത്ത് ആവശ്യങ്ങളനുസരിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ റെസിഡൻസ് വിസ ഓവർ സ്റ്റേ ആയിട്ടുള്ള ആളുകൾക്ക് 2 മാസത്തെ ഗ്രേസ് പീരീഡ് സെപ്റ്റംബർ 1 മുതൽ നവംബർ 1 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ സമയത്ത് നമുക്കറിയാം ഒരുപാട് പരാതികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഫാമിലി അതുപോലെ റെസിഡൻസ് ഓവറായി ചെറിയ പ്രയാസങ്ങൾ കൊണ്ട് അത്തരക്കാർക്ക് ഉള്ള ഏറ്റവും വലിയൊരു സാഹചര്യമാണ്. എല്ലാവരും പരമാവധി ഇത്തരം പ്രയാസമുള്ളവർ ഇത് പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. UAE-യിൽ റെസിഡൻസ് വിസയിൽ താമസിച്ചിരുന്നവർക്ക്, പല കാരണങ്ങൾ കൊണ്ട് വിസ പുതുക്കാൻ കഴിയാതെ പോയവർക്ക്, പിഴയൊന്നുമില്ലാതെ രാജ്യം വിടുകയോ പുതിയ വിസ അടിച്ച് രാജ്യത്ത് തുടരുകയോ ചെയ്യാം. അനധികൃത താമസക്കാരായി മാറിയവരോട് ഒരു രാജ്യം കാണിക്കുന്ന അനുകമ്പയും സ്നേഹവും, സ്വന്തം അവകാശങ്ങളും അഭിമാനവും സംരക്ഷിക്കാൻ പ്രവാസിയെ പ്രാപ്തനാക്കുന്ന ഇടപെടൽ. കൂടുതൽ നല്ല പഠിച്ച ആൾക്കാരെ ഇവർക്ക് വേണം ലീഗലായി. അത് അണ്ടർലൈനാണ്, ലീഗലായി. ഇല്ലീഗലായിട്ട് നിങ്ങളിവിടെ നിൽക്കരുത്. കാരണം ഇല്ലീഗലായിട്ട് ഇവിടെ നിന്നാൽ നിങ്ങൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ മറ്റ് പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങളെപ്പോഴും നിങ്ങളെ സോഷ്യൽപരമായ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ലീഗലായി കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും കിട്ടൂല, നിങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടും, നിങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടും. ഇതിന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലീഗലായി ഈ ഇവിടുത്തെ പൗരന്മാരോട് ഒന്നിച്ച് വർക്ക് ചെയ്യൂ. അത് പറയുമ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കണ്ടേ? അപ്പോൾ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ഇങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാർ മൊത്തം ഇപ്പോൾ ആൾക്കാർ എത്രയും നമ്മളിപ്പോൾ നോട്ടിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ നിങ്ങൾ നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. അടുത്ത മാസം 1 മുതലാണ് വിസ മാറ്റത്തിനും പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങുന്നതിനുമുള്ള അവസരം. 7 എമിറേറ്റുകളിലായി ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തീരുമാനം സഹായകമാകും. പൊതുമാപ്പ് സമയത്ത് പോലും നാട്ടിലേക്ക് പോകാൻ കഴിയാത്തവർക്ക് പുതിയ തീരുമാനം പ്രയോജനപ്പെടുത്താം. ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റുമെല്ലാം പരമാവധി പേർക്ക് സേവനമെത്തിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ചിതറിക്കിടക്കുന്ന പ്രവാസികളിൽ സർക്കാർ തീരുമാനമെത്തിക്കാനും നിയമപരമായ താമസക്കാരാക്കി മാറ്റാനുമുള്ള തയ്യാറെടുപ്പിലാണ് സംഘടനകൾ. വിമാന ടിക്കറ്റിനടക്കം വേണ്ടിവരുന്ന ചെലവാണ് സംഘടനകളുടെ ആശങ്കകളിൽ ഒന്ന്. ഈ ഔട്ട് പാസ് എടുത്ത് നാട്ടിൽ പോകാൻ വേണ്ടി വരുന്ന ചെലവ് എന്ന് പറയുന്നത് പലപ്പോഴും കഴിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ വരാറുണ്ട്. സാധാരണഗതിയിൽ ഒരു ദിവസം തന്നെ 8-10 ആൾക്കാർ ഇവിടെ നമുക്ക് നാട്ടിൽ കയറി പറ്റാത്തവരായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് 1-ാം തീയതി മുതൽ നടക്കാൻ പോകുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് എത്രമാത്രം ആളുകൾ എത്തിച്ചേരുമെന്ന് നമുക്ക് പറയാൻ വഴിയില്ല. പക്ഷേ എന്തായാലും മാതൃഭൂമിയെ പോലെ അതല്ലെങ്കിൽ തന്നെ സമൂഹത്തിലെ നമ്മളോടൊക്കെ ഇടപെട്ട് സഹകരിക്കാൻ കഴിയുന്ന മനുഷ്യസ്നേഹികളുടെ പിന്തുണയോട് കൂടിയിട്ട് ഇത്തരം ആളുകളെ കയറ്റിവിടുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കണമെന്നാണ് പ്രാഥമികമായിട്ട് നമ്മൾ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് 15-ാം തീയതി വൈകിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ UAE-യിലെ ദുബായിലെയും നോർത്തേൺ എമിറേറ്റ്സിലെയും ഉള്ള സാംസ്കാരിക സംഘടനകളുടെ ഇന്ത്യൻ അസോസിയേഷനുകളുടെ ഒക്കെ ഒരു യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ തീരുമാനത്തിലേക്ക് എത്തി ഇതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കണമെന്നാണ് സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഘട്ടം എന്നുള്ള രൂപത്തിൽ ആലോചിച്ചത്. മാത്രമല്ല 15-ാം തീയതിയോടുകൂടെ മാത്രമാണ് ഇത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ക്ലിയർ പിക്ചർ നമുക്ക് വരാൻ പോകുന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും ഷാർജ എമിഗ്രേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
ഓഗസ്റ്റ് 15-നാണ് ആദ്യ യോഗം ചേരുക. വിശദമായ ചർച്ചകളും നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉണ്ടാകും. ആമർ സെന്ററുകളാകും അപേക്ഷ സമർപ്പിക്കാനുള്ള പ്രധാന കേന്ദ്രം. ടൈപ്പിംഗ് കേന്ദ്രങ്ങളും പ്രവാസികൾക്ക് സഹായവുമായി ഉണ്ടാകും. ഇത് അപേക്ഷിക്കേണ്ട നമുക്കറിയാം ആമർ സെൻ്ററുകളുണ്ട് അവിടെ. അതുപോലെ തന്നെ നമുക്കറിയാം ഡോക്യുമെൻ്റ് ക്ലിയറിങ് അല്ലെ നമ്മളെ PRO മേഖലയിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഓവർ സ്റ്റേ ആയത് എന്നുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ ബോധിപ്പിക്കുമ്പോൾ വളരെ അടുത്ത ദിവസം തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യവും ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. ആ ഒരു ഫ്രീ സേവനം ഞങ്ങളടക്കമുള്ള പല സ്ഥാപനങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ, റാസൽ ഖൈമ, ഉമ്മൽ ഖുയിൻ, അജുമാൻ തുടങ്ങി എല്ലാ എമിറേറ്റുകളിലും എണ്ണമറ്റ പ്രവാസി സംഘടനകളുണ്ട്. ഓണവും ക്രിസ്മസും പെരുന്നാളുമെല്ലാം ആഘോഷിക്കുന്നതിനൊപ്പം പാവങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരം സംഘടനകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ബോധവൽക്കരണവും നിയമസഹായവും മടക്കയാത്രാ ടിക്കറ്റുമൊക്കെയായി പ്രവാസി സംഘടനകൾ ഇടപെടേണ്ട മേഖലകൾ നിരവധിയാണ്. ആരെങ്കിലുമൊക്കെ മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ തിരിച്ച് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതകളെ പരിശോധിക്കുക. ഇതൊക്കെയാണ് ഈ 15-ാം തീയതി നടക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. പല ആളുകളുമുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ വീണ്ടും മടിക്കും. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് 1-ാം തീയതി മുതൽ ഇത് ആരംഭിച്ചാൽ തന്നെ ഒരു 1-ാം തീയതിക്ക് ശേഷം കുറച്ച് ദിവസങ്ങളിൽ, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തയ്യാറായി നിൽക്കുന്നവർ നിൽക്കും. പിന്നെ വിട്ടു നിൽക്കുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 സെക്ഷനുകളായിട്ട് ഇതിനെ കാണേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ സെഷനിൽ പെട്ടെന്ന് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുറേ ആളുകൾ വരും. അതിനുശേഷം മടിച്ചു നിൽക്കുന്ന കുറേ ആളുകൾ വീണ്ടും മാറി നിൽക്കും. ആ മാറി നിൽക്കുന്ന ആളുകളെ കണ്ടെത്തുകയും അവരെ തിരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതകളെ പരിശോധിക്കുകയും ചെയ്യാനുള്ളത് നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. മീഡിയയുടെ, സാംസ്കാരിക പ്രവർത്തകരുടെ, സംഘടനകളുടെ, ട്രാവൽ ഏജൻസിൻ്റെ ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ വളർത്തിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് 5-10 പേരെ ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്നാണ് നമുക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു മൂവ്മെൻറ്റിന് നമ്മൾ നേതൃത്വം കൊടുക്കുക തന്നെ ചെയ്യും. സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർക്കും തീരുമാനം ആശ്വാസമാണ്. തെരുവിൽ നിന്നോ പാർക്കിൽ നിന്നോ കണ്ടെടുക്കുന്ന പാവങ്ങളെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിന് വിസ ഓവർസ്റ്റേ വലിയ സാമ്പത്തിക ബാധ്യതയായിരുന്നു. പിഴയില്ലാതെ നാടണയാനും പ്രവാസ ലോകത്ത് കഴിയാനും അവസരമൊരുക്കുമ്പോൾ പൊതുപ്രവർത്തകർക്കും അത് കരുത്താകും. ഈ ഒരു പൊതുമാപ്പ് യൂസായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ അവർക്ക് പോവുകയും ചെയ്യാം, അതുപോലെ തന്നെ എൻ്റെ അറിവ് പ്രകാരം തിരിച്ചു വരികയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങളിത് പാഴാക്കാതിരിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ വിസയില്ലാതെ ഇവിടെ തങ്ങുന്നവരുണ്ട്, ഈ നരകയാതന അനുഭവിക്കുന്നവരുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകുപ്പില്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ കേസ് ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കേസ് ഉണ്ടെങ്കിൽ തന്നെ ആ കേസ് എത്രയും പെട്ടെന്ന് ഒത്തീർപ്പാക്കാൻ ശ്രമിച്ച് എത്രയും പെട്ടെന്ന് ഔട്ട് പാസ് എടുത്ത് പോകാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും നല്ലൊരു ഒരു അവസരമാണ് ഇപ്പോൾ UAE ഗവൺമെൻറ് നിങ്ങൾക്ക് മുമ്പിൽ തന്നിരിക്കുന്നത്. നിയമത്തിന്റെ നൂലാമാലകളും പിഴയുടെ അമിത ഭാരവുമായി വർഷങ്ങളായി നാട്ടിൽ പോകാതെ പ്രവാസികൾ കഴിയുന്നുണ്ട്. ഈ ജന്മത്തിൽ ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്തവർ, നാട്ടിൽ നെഞ്ചുനീറി കഴിയുന്നവർ, പുതുജീവിതത്തിലേക്ക് ഇവരെയെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരമാണ് UAE ഒരുക്കുന്നത്. ദുരന്തമുഖത്തെന്ന പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നിരവധി മലയാളികൾക്ക് പുതിയ സ്വപ്നങ്ങൾ സമ്മാനിക്കാൻ നമുക്ക് കഴിയും.